പി ജയരാജനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരെയും വെറുതെ വിട്ടു. രണ്ടാം പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ വിചാരണ കോടതി ചുമത്തിയ ചില കുറ്റങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. രേഷ്മ ബാബു ആണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. രേഷ്മ, വിശദാംശങ്ങൾ. വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരെയുമാണ് ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നത്. തെളിവുകളുടെ അഭാവത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. ഒരാൾ കുറ്റക്കാരനെന്ന് ഹൈക്കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇയാൾക്ക് വിചാരണ കോടതി നൽകിയ ശിക്ഷ ഹൈക്കോടതി വെട്ടിക്കുറച്ചിട്ടുണ്ട്. 1 വർഷം തടവ് മാത്രമാക്കിയാണ് കുറച്ചിട്ടുള്ളത്. നിയമവിരുദ്ധമായിട്ട് സംഘം ചേരൽ തുടങ്ങിയ കുറ്റങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതികൾക്കെതിരെ വധശ്രമം തെളിയിക്കുവാൻ തക്ക തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ ആയില്ല എന്നുകൂടി ഹൈക്കോടതി വിലയിരുത്തി. മാത്രവുമല്ല, ഈ വിചാരണ കോടതി നൽകിയ ശിക്ഷ അത് അമിതമായി പോയി എന്നുള്ള ഒരു നിരീക്ഷണം കൂടി ഈ ഉത്തരവിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ ആളുടെ ശിക്ഷ ഹൈക്കോടതി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. വിചാരണ കോടതിയുടെ ശിക്ഷാവിധി ചോദ്യം ചെയ്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടവർ നൽകിയ അപ്പീൽ ഉൾപ്പെടെയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. 3 പേരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടിയും ഹൈക്കോടതി ശരിവെച്ചിട്ടുണ്ട്. 3 പേരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടി ചോദ്യം ചെയ്ത് കൊണ്ട് സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി തള്ളുകയാണ് ഉണ്ടായത്. മൊത്തം 6 പേരെയായിരുന്നു വിചാരണ കോടതി 10 വർഷം തടവിന് ശിക്ഷിച്ചത്. 3 പേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ ഹൈക്കോടതിയുടെ ഉത്തരവോടുകൂടി കേസിലെ 8 പേരാണ് കുറ്റമുക്തരായിട്ടുള്ളത്. ശരി രേഷ്മ.